ചാലിയാർ പുഴയിൽ കൂടുതൽ മൃതദേഹങ്ങൾ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ഇന്നലെ തന്നെ 17-ലധികം മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുന്നു എന്നൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം MP രാജേഷ് അടക്കം പറഞ്ഞത് കൃത്യമായി ചാലിയാർ പുഴയിലെത്തുന്ന എല്ലാ മൃതദേഹങ്ങളും അല്ലെങ്കിൽ ശരീര അവശിഷ്ടങ്ങളും തിരച്ചിലിലൂടെ കണ്ടെത്തും. മുഴുവനായും കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ചാലിയാർ പുഴയിലെ തിരച്ചിൽ അവസാനിപ്പിക്കൂ എന്നും പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചും കൂടുതൽ തിരച്ചിൽ സജീവമായി തന്നെ തുടരുകയാണോ? അതുമാത്രമല്ല, മറ്റു മേഖലകളിൽ, വനവാസ മേഖലകളിൽ ഇനിയും ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ കുടുങ്ങിക്കിടങ്ങുന്നു, അല്ലെങ്കിൽ അവർ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു വാർത്തയെല്ലാം ഇന്നലെ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വനവാസി മേഖലകളിൽ അല്ലെങ്കിൽ ഉൾവനത്തിലേക്ക് രക്ഷാപ്രവർത്തനം നീളാനുള്ള സാധ്യതകളും കാണുന്നുണ്ടോ? തീർച്ചയായും ഇത്തരത്തിൽ ചാലിയാർ മേഖലയിലടക്കം അല്ലെങ്കിൽ ഇത്തരത്തിൽ ചാലിയാർ പുഴയിലടക്കം ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇവിടെ നിന്നും നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. അത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുവാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല, സൂചിപ്പാറ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രദേശവാസികളടക്കം നമ്മളോട് പറഞ്ഞതാണ്, സൂചിപ്പാറ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. ഇവിടങ്ങളിലേക്ക് ആ മൃതദേഹങ്ങൾ ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയുമുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ മലപ്പുറത്തേക്കടക്കം ഈ ഒരു ചാലിയാർ പുഴയിലേക്കടക്കം ഇത്തരത്തിൽ ആ മൃതദേഹം എത്തണമെങ്കിൽ ഏത് തരത്തിലായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു എത്ര തീവ്രതയോടെ ആയിരിക്കണം ഇത്തരത്തിൽ ഉരുൾപൊട്ടിയിരിക്കുന്നത്, അത്തരത്തിൽ ഒലിച്ചു വന്ന വെള്ളത്തിൻ്റെയും കല്ലിൻ്റെയും തീവ്രത എത്രയാണെന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മണ്ണിലടക്കം പൊതിഞ്ഞ രീതിയിലാണ് ഓരോ വീടുകളും ഉള്ളത്. ആ വീടുകളിലേക്ക് ഉള്ളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ആ വീട് പൊളിച്ച് ഉള്ളിലേക്ക് എത്തുവാൻ സാധിക്കില്ല. ആ ഒരു സാഹചര്യം കണ്ടുകൊണ്ടാണ് കൂടുതൽ വാഹനങ്ങൾ അങ്ങോട്ട് വരുവാനും ഹിറ്റാച്ചി അല്ലെങ്കിൽ JCB അടക്കമുള്ള വാഹനങ്ങൾ അങ്ങോട്ട് എത്തിക്കുവാനുള്ള തുടക്കം തുടങ്ങിയത്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം പുഞ്ചിരിമട്ടത്തും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ പുഞ്ചിരിമട്ടത്തേക്ക് കൂടുതൽ വാഹനങ്ങൾ എത്തിക്കാൻ കഴിയാത്തത്, അതായത് പുഞ്ചിരിമട്ട ആ പ്രദേശത്ത് വരെ വാഹനം എത്തുന്നു, എന്നാൽ ആ റെസ്ക്യൂ നടക്കേണ്ട സ്ഥലത്തേക്ക് ഇത്തരത്തിൽ JCBയോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളോ എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറെ വിഷമിപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെ ഇന്ന് ആവശ്യമായി വരേണ്ടതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബെയിലി പാലം, നമ്മുടെ പുറകിൽ കാണുന്ന ബെയിലി പാലം വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ സ്വാധീനിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനം സുഗമമാക്കുവാൻ വേണ്ടി അത്രമാത്രം ഈ ബെയിലി പാലത്തിന്റെ ഒരു സാമീപ്യം അല്ലെങ്കിൽ ബെയിലി പാലം ഉണ്ടാക്കിയത് ഒരു തരത്തിൽ വലിയ ഒരു നേട്ടമായി തന്നെയാണ് സൈന്യം കരുതുന്നത്, അല്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരടക്കം കരുതുന്നത്. ഇത്തരത്തിൽ ഈ ഒരു പാലം ഉണ്ടാക്കിയതിനു ശേഷം ഈ ഒരു മറ്റൊരു പാലം ആളുകൾ, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നവരെ ഈ പാലം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ലോഹ കഷ്ണങ്ങൾ കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പ്രതികൂല കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് രാത്രിയും പകലുമില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ സൈന്യം നിർമ്മിച്ച പാലമാണ് നമുക്ക് ആ പുറകിൽ നിന്ന് നമുക്ക് ദൃശ്യമാകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അടക്കം സൈന്യത്തിന് മാത്രമായിരുന്നു ഈ ഒരു ഏകോപന ചുമതല ഉണ്ടായിരുന്നത്. ഇന്ന് ആ പോലീസുകാർ കൂടി കാര്യക്ഷമതയോടെ ഈ ഏകോപന ചുമതല ഏറ്റെടുത്തുകൊണ്ട് ആ സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥലത്തെത്തുന്ന സാഹചര്യമാണ് കണ്ടത്. കഴിഞ്ഞ ദിവസവും നിസ്വാർത്ഥ പിന്തുണയാണ് കേരള പോലീസ് അടക്കമുള്ള അല്ലെങ്കിൽ ഫയർഫോഴ്സ് അടക്കമുള്ള NDRF അടക്കമുള്ള പ്രവർത്തകർ ആ സൈന്യത്തിന് നൽകിയിരുന്നത്. മാത്രമല്ല, നേരത്തെ നമ്മൾ സംസാരിച്ച ഈ പ്രദേശവാസികൾക്കിടെ തന്നെ റെസ്ക്യൂവിന് ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ച് അവരും സൈന്യത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. അവർക്കും ഒരു പ്രതീക്ഷ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏകദേശം 5 ദിവസമായി. അതുകൊണ്ട് തന്നെ ജീവന്റെ ഒരു അംശം ഈ ചെളിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ സ്ലാബുകൾക്കുള്ളിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ മറ്റെവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ, വനത്തിലോ അല്ലെങ്കിൽ മറ്റു സൈഡങ്ങളിലോ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളോട് ഈ സൈന്യം ഇപ്പോൾ പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, റഡാർ സിഗ്നൽ കഴിഞ്ഞ ദിവസം രണ്ട് തവണ ആ റഡാർ സിഗ്നലുകൾ ലഭിച്ച ഒരു സാഹചര്യമുണ്ട്. ജീവന്റെ തുടിപ്പ് ഉണ്ടെന്നുള്ളത് ഉള്ള ശക്തമായ ഒരു മെസ്സേജ് ഈ ഒരു റഡാറിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തുടർന്ന് നടത്ത പരിശോധനയിൽ ഇത്തരത്തിൽ റഡാർ
ഉപഗ്രഹത്തിൽ നിന്നും വന്ന സിഗ്നലുകൾ പിന്നീട് കണ്ടെത്തുവാനോ അല്ലെങ്കിൽ ആ ഒരു പരിശോധനയിൽ അവിടെ ജീവന്റെ സാന്നിധ്യമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ശക്തമായ മഴ രാവിലെ മുതലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കാലാവസ്ഥ ഒന്ന് മാറി നിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഒരു വെളിച്ചമൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ആ തെളിച്ചമൊക്കെ ഇവിടെ വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് മഴ മാറി നിൽക്കട്ടെ എന്നുള്ളതാണ് നമ്മൾക്ക് പ്രത്യാശിക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു ജീവനോടെ ലഭിച്ചില്ലെങ്കിലും അത്തരത്തിൽ ആ ഒരു ബോഡിയെങ്കിലും അവരുടെ മൃതദേഹങ്ങളെങ്കിലും കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവരുടെ ഉറ്റവർ അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതായത് പലരോടും സംസാരിക്കുമ്പോൾ പറയുന്നത് തങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരനും അടക്കം ഈ ഒരു മേഖലയിൽ ഒലിച്ചു പോയവരുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ വിവിധ ആളുകൾ ഇവിടെയുണ്ട്. സുഹൃത്തുക്കൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ കണ്ടെത്തുക, ഇവരുടെയൊക്കെ ഇവരെ ഒന്ന് ഒരു നോക്കുകൂടി കാണുക എന്നുള്ള ഉദ്ദേശത്തു കൂടിയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് അവരടക്കം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിസ്വാർത്ഥമായി മറ്റ് ആളുകളെ കൂടി ഈ ഒരു പ്രദേശത്തെ എഫക്ട് ചെയ്തിട്ടുള്ള ആളുകളെ രക്ഷിക്കപ്പെടുത്തണമെങ്കിൽ അതിനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള പ്രാദേശിക ആളുകളടക്കം ഇവിടേക്കെത്തി രക്ഷാപ്രവർത്തനത്തിന് നേരിടുന്നത്.